ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സോണിയയുടെ പങ്ക് എന്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോറ്റിയെ ആദ്യം വീട്ടിൽ കയറ്റിയതാരെന്നും ചോദ്യം. പോറ്റിയും സോണിയുമായുള്ള ചിത്രത്തിൽ അടൂർ പ്രകാശും ആന്റണിയും വന്നത് എങ്ങനെയെന്നും ഇതിന് മറുപടി പറയേണ്ട ധാർമ്മികത കോൺഗ്രസിനുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചെയ്യുന്നുണ്ട്. ദിസ്ന സുരേഷ്, ഗുഡ് ഈവനിംഗ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം, കടകംപള്ളി സുരേന്ദ്രനടക്കം ചോദ്യം ചെയ്തതിലൊന്നും മറുപടിയില്ല. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ മേൽ കെട്ടിവെക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനും ഈ സ്വർണ്ണ കവർച്ചയിൽ നിർണായക പങ്കുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ CBI അന്വേഷണത്തെ മുഖ്യമന്ത്രി വല്ലാതെ അങ്ങ് ഭയപ്പെടുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്? ദിസ്ന. അശ്വതി, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും വലിയ രീതിയിൽ ഒഴിഞ്ഞു മറന്നു. പ്രത്യേകിച്ച് CBI അന്വേഷണം ഈ ഘട്ടത്തിൽ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി കടന്നിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസ്, അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ SIT നടത്തുന്നത്. SITക്ക് മേലെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ല. അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അടൂർ പ്രകാശിന് മറുപടിയുമായി എത്തുന്നു. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ ചിത്രത്തിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്? പോറ്റി കേറ്റി എന്ന ഗാനത്തിന്റെ വരി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത് എന്നത് തന്നെയാണ്. അശ്വതി, ആരാണ് ആദ്യം പോറ്റിയെ വീട്ടിൽ കയറ്റിയത് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാത്തത്? ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ കൊഞ്ഞാനം കുത്തി കാണിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ ഇപ്പോൾ താൻ മറുപടി പറയുന്നില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു കേസാണ്. പിന്നീട് എപ്പോഴെങ്കിലും മറുപടി പറയും തുടങ്ങിയ രീതിയിലുള്ള ഒഴിഞ്ഞുമാറ്റം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അശ്വതി, അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്നു. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനും കൃത്യമായ പങ്കുണ്ട് എന്നൊരു കാര്യത്തിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രി വിരൽ ചൂണ്ടുന്നത്. അതോടൊപ്പം തന്നെ പത്മകുമാറിനെയും വിജയകുമാറിനെയും സംരക്ഷിക്കുന്ന ആ നടപടിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള മറുപടി പറയുവാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നത് തന്നെയാണ്. പാർട്ടിയാണ് അതിൽ കൃത്യമായ നിലപാട് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ താൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അത്തരം വിഷയങ്ങളിൽ ഒരു നിലപാട് തുറന്നു പറയുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനം വരും. അത്തരത്തിലുള്ള ഒരു ഒഴിഞ്ഞുമാറ്റം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അശ്വതി. ശരി, ദിസ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സോണിയയുടെ പങ്ക് എന്നതടക്കം കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. ഒപ്പം കടകംപള്ളി സുരേന്ദ്രനെയും പത്മകുമാറിനെയും നന്നായി ചേർത്ത് നിർത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോറ്റിയെ ആദ്യം വീട്ടിൽ കയറ്റിയതാരെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഇതിൽ ഉന്നയിച്ചത്. ഒപ്പം CBI അന്വേഷണം ഇപ്പോൾ വേണ്ട, ആ CBI അന്വേഷണത്തെ വല്ലാതങ്ങ് ഭയപ്പെടുകയുമാണ് മുഖ്യമന്ത്രി. എന്തായാലും അടൂർ പ്രകാശും ആന്റണിയും ഒക്കെ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ഒപ്പം കടകംപള്ളിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും നൽകിയില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.